മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ആരോപണം വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടാനാകും. ആ മാനസികാവസ്ഥയിലാണ് താനെന്നും തൻ്റെ കൈകൾ പരിശുദ്ധമാണെന്നും ഇരു കൈകളെ ഉയർത്തി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എനിക്കെതിരെയുള്ള ആരോപണം ഒന്നും ഏശില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വീമ്പിളക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും മകൾ വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിക്ക് മാസപ്പടി ലഭിച്ച അന്വേഷണം സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തു. കുരുക്ക് മുറുകുന്നത് വീണ വിജയനിലേക്ക് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമല, വ്യവസായ മന്ത്രി പി രാജീവ്, പൊതുമേഖലാ സ്ഥാപനമായ KSIDC, കരിമണൽ കമ്പനി CMRL എന്നിവിടങ്ങളിലേക്കാണ്. എക്സാലോജി കമ്പനി തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുകയിൽ നിന്നാണെന്ന മുഖ്യമന്ത്രിയുടെ വീമ്പിളക്കലാണ് കമലയും അന്വേഷണ പരിധിയിലേക്ക് വരാൻ സാധ്യതയേറിയത്. കമ്പനിക്കാരി ഇടപാടുകളിലെ ഗുരുതര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന SFIOയുടെ അന്വേഷണം EDയുടെ പരിശോധനകൾക്ക് സമാനമാകും. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ 6 ഉന്നത ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കമ്പനി പ്രതിനിധികളെ വിളിച്ചു വരുത്താനും കമ്പനിയിൽ നേരിട്ട് പരിശോധന നടത്താനും ഏജൻസിക്ക് അധികാരമുണ്ട്. കമ്പനികൾ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ കമ്പനിയുടെ തലപ്പത്തുള്ളവരെ അറസ്റ്റ് ചെയ്യാനും SFIOയ്ക്ക് അധികാരമുണ്ട്. മാസപ്പടി ഗുരുതരമായ കുറ്റകൃത്യമെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കമ്പനി നിയമങ്ങളെല്ലാം എക്സാലോജിക്കും KSIDCയും ലംഘിച്ചു. എക്സാലോജിക്കിന് കരിമണൽ കമ്പനി മാസപ്പടി നൽകിയെന്ന ആരോപണത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനും വീണ വിജയന് സാധിച്ചില്ല. ഇതോടെയാണ് അന്വേഷണം SFIO ഏറ്റെടുത്തത്. SFIO അന്വേഷണത്തിന് വരുന്നതോടെ മാസപ്പടി വിവാദത്തിലെ ഡയറിയിലെ പേരുകൾ സംബന്ധിച്ചും അന്വേഷണം വരും. മാസപ്പടി പട്ടികയിൽ ഇടത് വലത് മുന്നണികളിലെ രാഷ്ട്രീയ നേതാക്കളുടെ പേരിനൊപ്പം PV എന്ന് എഴുതിയിട്ടുണ്ട്. PV എന്നത് പിണറായി എന്ന് ഇതിനകം ആരോപണം ഉയർന്നിട്ടുണ്ട്. SFIOയുടെ അന്വേഷണത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ അന്വേഷണം മറ്റ് ഏജൻസികൾക്കും കൈമാറാം. മാസപ്പടി നൽകിയ തുക കള്ളപ്പണം വെളുപ്പിക്കൽ പരിധിയിലും വരും. അതിനാൽ CBIക്കും കേസ് കൈമാറാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കേസന്വേഷണം SFIO ഏറ്റെടുത്ത ഒരു കുടുംബത്തെ SFIO ഏറ്റെടുത്തത് ഒരു കുടുംബത്തെ തകർക്കാനെന്നാണ് മുൻമന്ത്രി AK ബാലൻ്റെ പ്രതികരണം. ഒന്നും പറയാനില്ലെന്ന് വീണ വിജയൻ്റെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസും പറയുന്നു.